തൃശൂർ വൈന്തലയിൽ ലഹരിക്ക് പണം കണ്ടെത്താൻ മുളകുപൊടി എറിഞ്ഞ ഒരു കവച്ച. അംഗനവാടി ജീവനക്കാരി മോളി ജോർജിന്റെ 3 പവന്റെ മാലയാണ് അടിച്ചു മാറ്റിയത്. സംഭവത്തിൽ 3 പേർ അതോടെ പിടിയിലായി. അവിടെ ഒരു പറമ്പിൽ 3 പേര്, 2 പയ്യനും ഒരു പെൺകുട്ടിയോടെ വർത്താനം പറയണത് കണ്ടു. അത് കഴിഞ്ഞ് 3 വണ്ടികൾ വന്നിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ സൈഡ് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് വണ്ടി പോയതിന് ശേഷം അതിലൊരു പയ്യൻ പിന്നാലെ വന്നുകൊണ്ട് ഇങ്ങനെ അത് ഫോൺ ചെയ്തോണ്ട് വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കടാ ഞാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ ഫോൺ ചെയ്ത് വരണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനെ മുളകുപൊടി ഇങ്ങനെ കണ്ണിലേക്ക് ഇട്ടുകൊണ്ട് സംശയം എന്ന് വെച്ചാൽ അവിടെ വർത്താമാനം പറഞ്ഞ് എന്തെങ്കിലും ഒരു അഞ്ജന എന്ന് പറയുന്ന പെൺകുട്ടീനെയാണ് പോകുന്നത്. ഈ വൈന്തലയിലെ 2 ആൺസുഹൃത്തും ഒരു പെൺകുട്ടിയുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതിലൊരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. ഒരു ആൺസുഹൃത്ത് പ്രായപൂർത്തിയായിട്ടില്ല. കൊച്ചു പ്രായത്തിലെ അത്യാവശ്യം ചെലവാക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. സൂരജ് സജി പറയും കൂടുതൽ വിവരങ്ങൾ. പറയൂ സൂരജ്. ഇന്നലെ വൈകുന്നേരം അംഗനവാടി ജീവനക്കാരിയായിട്ടുള്ള മോളി ജോർജ് ഈ വൈന്തല പാടത്തിന് സമീപത്ത് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ 3 അംഗ സംഘം അവിടെ സമീപത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ ഒരാളെ മാത്രം ഈ മോളിക്ക് അറിയാമായിരുന്നു, അഞ്ജന. ഇതിനിടയിൽ ഈ 3 അംഗ സംഘം പിന്തുടർന്നെത്തുകയും മുളകുപൊടി കണ്ണിലെറിഞ്ഞ ശേഷം ഈ 3 പവന്റെ മാല കവർന്ന് ഈ സംഘം രക്ഷപ്പെടുകയുമായിരുന്നു. പക്ഷെ മോളി അതിനോടകം തന്നെ ഈ അഞ്ജന എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞു. പോലീസിന് പരാതി നൽകുന്ന സമയത്ത് ഈ അഞ്ജന എന്ന് പറയുന്ന പെൺകുട്ടി ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന മൊഴി ഈ മോളി നൽകുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ജനയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഈ മോഷണത്തിന്റെ ചുരുളഴിയുന്നത്. ലഹരിക്ക് വേണ്ടി പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കവർച്ച നടത്തിയതെന്നുള്ളതാണ് ഈ സംഘം നൽകിയിരിക്കുന്ന മൊഴിയിൽ. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ അഞ്ജനയുടെ 2 സുഹൃത്തുക്കളിൽ ഒരാൾ പ്രായപൂർത്തി പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. 18 വയസ്സ് തികയാത്ത ഒരു ആൺസുഹൃത്തും മറ്റൊരു ആൺസുഹൃത്തിനൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ ലഹരിക്ക് വേണ്ടി 3 അംഗ സംഘം കവർച്ച നടത്തിയത്. എന്തായാലും ഇതിൽ ഈ പെൺകുട്ടിയെ മോളിക്ക് തിരിച്ചറിയാൻ സാധിച്ചത് മാത്രമാണ് ഈ കേസിൽ വഴിത്തിരിവായത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. തുടർ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഓക്കെ, താങ്ക് യു സൂരജ് സജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.